ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യു വാലറ്റ്. നമ്മൾ ഇന്ന് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന +1 മാത്സിലെ ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് പോണത്. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഒരു 10 വർഷം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ കാണാൻ പറ്റും. സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ വെയിറ്റേജ് 6 മാർക്കിനാണ് വെയിറ്റേജ് കേട്ടോ. 3 വെച്ചിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ പേപ്പറിലും വന്നിട്ടുള്ളത്. ഇതിനപ്പുറം ഒന്നും വന്നിട്ടില്ല, ഇതിന് കുറഞ്ഞും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 2 ക്വസ്റ്റ്യൻസ് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം. ഒരെണ്ണം AP നിന്ന്, ഒരെണ്ണം GP നിന്ന്, അങ്ങനെ ആവാം. അപ്പോൾ ഒരു 3 വെച്ചിട്ട് 6 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് സീക്വൻസ് ആൻഡ് സീരീസ്. ഇത് പല കുട്ടികൾക്കും ടഫായിട്ടൊരു പാഠം കൂടിയാണ്. കുറച്ച് ചെയ്യാനൊക്കെ ഉണ്ട്, കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ നോക്കാം. ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്ന ചോദ്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി ചെയ്ത് പഠിക്കണം. ഇങ്ങനത്തെ മോർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ അതും പഠിക്കുന്നത് നല്ലതാണ്. എത്ര നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നല്ലതാണ്. ഇതിലെ ഒരേ ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ റയറാണ്. ഓരോ പേപ്പറിലും ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അല്ലാതെ ഒരേ ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല. ഈ പാഠത്തിൽ നിന്ന് പല ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഈ പാഠം പഠിക്കുന്ന കുട്ടികൾ ഇനിയും ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ നോക്കിക്കോളൂ. അപ്പം നമുക്ക് ഇന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിക്കോ. ഇത് 2019 മോഡൽ എക്സാമിൽ വന്നൊരു പേപ്പറാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണേ. 2 വെച്ചിട്ട് 6 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ആണ്. AP-യിലെ ആദ്യത്തെ 20 ടേംസിൻ്റെ സമ്മ് കാണാനാണ് ഒരു ചോദ്യം. അതുപോലെ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് മറ്റൊരു സീക്വൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഫൈൻഡ് സം ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ജോമെട്രി പ്രോഗ്രഷനുമാണ്. അപ്പോൾ AP ഉണ്ട്, GP ഉണ്ട്, അരിത്മെറ്റിക് പ്രോഗ്രഷനും ഉണ്ട്, ജോമെട്രി പ്രോഗ്രഷനും ഉണ്ട്. ഇതിലൊക്കെ സമ്മ് കണ്ടുപിടിക്കാനാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യം പഠിച്ചാൽ നിങ്ങൾക്ക് സമ്മിൻ്റെ ഇക്വേഷൻ ഏകദേശം ക്ലിയർ ആവും, പഠിച്ചെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് ഈ സീക്വൻസ് ഇങ്ങനെയാണ്. 9, 19, 29 എന്ന് പറഞ്ഞിട്ടൊരു സീക്വൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതൊരു AP ആണ്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ AP ആണ്. ഇതിലെ സം ടു n ടേംസ് ആണ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 20 ടേംസ് ആണ് കേട്ടോ. സം ടു n ടേംസ് എന്ന് പറഞ്ഞാൽ n ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് 20 ടേംസ് എന്നാണ്. അപ്പോൾ ചോദ്യം വായിക്കുക, ഇതാണ് ചോദ്യം. ചോദ്യത്തിലെ സീക്വൻസ് നോക്കുക. ഇനി ഫസ്റ്റ് 20 ടേംസ് എന്നാണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 20 ആണ്. ഇനി അപ്പോൾ n കിട്ടി 20 ടേംസിൻ്റെ ആദ്യത്തെ 20, ഇങ്ങനെ ഇത് ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ ടേം, അങ്ങനെ 20 ടേംസിൻ്റെ തുക സമ്മ് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ എഴുതുക. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, 9 എന്ന് കൊടുക്കാം. ഇനി D കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. D കാണാൻ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കാം. അപ്പോൾ 10 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് ഇവിടെ കിട്ടിയത്? ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് 20 ടേംസ്. അപ്പോൾ ഇത്രയും ടേംസ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ടേംസ് എന്ന് പറഞ്ഞാൽ അതാണ് n. ഇനി ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, അത് 9 ആണ്. ഇനി D എന്ന് പറഞ്ഞാൽ അത് കോമൺ ഡിഫറൻസ് ആണ്, അത് നമുക്ക് കിട്ടി. എത്രയാണ്? 19 ന് 9 കുറയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും n കിട്ടി, ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഫസ്റ്റ് ടേം കിട്ടി, ഇത് തമ്മിൽ കുറച്ചാൽ Dയും കിട്ടി. അപ്പോൾ n കിട്ടി, A കിട്ടി, D കിട്ടി. ഇനി നമുക്ക് സമ്മിൻ്റെ ഇക്വേഷൻ എഴുതാം. എന്താണ് AP അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ സം ഓഫ് n ടേംസിൻ്റെ ഇക്വേഷൻ എന്ന് പറയാം നിങ്ങൾക്ക്. സം ഓഫ് n ടേംസിൻ്റെ ഇക്വേഷൻ നമ്മൾ 10ലൊക്കെ പഠിക്കുന്നത് തന്നെയാണ്. n/2 ഇൻറ്റു 2a + n - 1 ഇൻറ്റു D. ഈ ഇക്വേഷൻ മറക്കണ്ട. ഇതാണ് സം ഓഫ് n ടേംസ്. n നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും ഓഫ് എൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ഇക്വേഷൻ. ഇതിലിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ സം ഓഫ് 20 ടേംസ് എന്ന് പറഞ്ഞാൽ n/2. n എന്താ? 20/2 ഇൻറ്റു ഇനി 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 9 ആണ്, പ്ലസ് n - 1. n-ന് 1 കുറയ്ക്കാൻ 20-ന് 1 കുറയ്ക്കുക, ഇൻറ്റു D എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇത് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ S20 = കാൽക്കുലേറ്റർ നിർബന്ധമായിട്ടും വേണം. 20/2 10 ആണ്. 10 ഇൻറ്റു 9 ഇൻറ്റു 2 18. 20-ന് 1 പോയാൽ 19. 19 ഇൻറ്റു 10. ഇത് ചെയ്യാൻ നമുക്ക്. സോ S20 = 10 ഇൻറ്റു ഇവിടെ എന്ത് വരും? 19 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 190 ആണ്. 190ൻ്റെ കൂടെ ഈ 18 നമുക്കൊന്ന് പ്ലസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് വരും? 18 പ്ലസ് ചെയ്യുമ്പോൾ ഇതേപോലെ
208 എന്ന് വരും. 208 ഇൻറ്റു 10 എന്താ? 2080. ഇതാണ് സം ഓഫ് 20 ടേംസ്. അപ്പോൾ ഇതുപോലെ AP ആണെങ്കിൽ ഇക്വേഷൻ പഠിക്കുക. ഈ ഇക്വേഷൻ പഠിച്ചിരിക്കണം, എന്നാലും നമുക്ക് കാര്യമുള്ളൂ. N ഇട്ട് കൊടുക്കുക, A ഇട്ട് കൊടുക്കുക, D ഇട്ട് കൊടുക്കുക, നമുക്ക് ആൻസറായി. അപ്പോൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറായി. ഇനി നമുക്ക് അതിൽ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ B ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ സീക്വൻസ് 9, 99, 99 അങ്ങനെ. ഇത് 2 മാർക്കിനെ വന്നിട്ടുള്ളൂ. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് 4 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കുന്നതാണ് കേട്ടോ അത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. B ക്വസ്റ്റ്യൻ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ സീക്വൻസ് 9, 9, 9, 9, 9, 9 ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് സാധാരണ ചോദിക്കാറുള്ളത് 4 മാർക്ക് 3 മാർക്ക്. ഇത് വേറെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ റിപ്പീറ്റഡ് ആയതുകൊണ്ട് എടുക്കുന്നില്ല. ഇത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചോദ്യം ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് പറയാം. 4 മാർക്കിനാണ് ഇത് ആക്ച്വലി വരുന്നത്. ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണിച്ചു തരാം. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലല്ല മറ്റൊരു ഇതാ കണ്ടോ. ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് ഓഫ് ദ സീക്വൻസ് 7 + 77 + 777 ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഒന്നുകിൽ 7 + 77 + 777, അല്ലെങ്കിൽ 8 + 88 + 888, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 9. ഇതിൽ ഏത് നമ്പറും വേണമെങ്കിലും ചോദിക്കാം. 3-4 മാർക്കിനാണ് ചോദിക്കാനായിട്ട്. ഇപ്പോൾ അടുത്തായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇതിൽ 2 മാർക്ക് എന്നാണ്. പക്ഷെ 2 മാർക്ക് അല്ല ഇതിനുള്ളത്. ഇപ്പം നിങ്ങൾക്കൊരു 3 മാർക്ക് 4 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇത് സം ഓഫ് 20 ടേംസ് എന്നല്ല n ടേംസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? അതിനുവേണ്ടി ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഇത് ഒരേ പ്രൊസീജിയറാണ്. ഏത് ചോദ്യം വന്നാലും ഒരേ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യേണ്ടത്. 9 പകരം 8 ആണെങ്കിലും 7 ആണെങ്കിലും 6 ആണെങ്കിലും 5 ആണെങ്കിലും ഏത് നമ്പർ ആണെങ്കിലും ഇതന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് 9 + 99 + 999 + അങ്ങനെ അപ് ടു n ടേംസ് എന്ന് നമ്മൾ എഴുതാം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇത് ആദ്യം അങ്ങോട്ട് എഴുതി വയ്ക്കുക. 9 + 9 അങ്ങനെ എഴുതി വയ്ക്കുക. ഇനി 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 10ൽ നിന്ന് 1 കുറഞ്ഞതാണ് അല്ലേ? 9 എന്ന് പറഞ്ഞാൽ 10ൽ നിന്ന് 1 കുറച്ചതാണ്. 99 എന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് 1 കുറച്ചതാണ് അല്ലേ? 100ൽ നിന്ന് 1 കുറച്ച 99. 999 എന്ന് പറഞ്ഞാൽ 1000ൽ നിന്ന് 1 കുറച്ചതാണ്. അങ്ങനെ അപ് ടു n ടേംസ് എന്ന് എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ 10കളൊക്കെ ഒരു സൈഡിലേക്ക് ആക്കുകയാണ്. എന്ത്? 10, 100, പിന്നെ 1000, അങ്ങനെ n ടേംസ് നമ്മളൊരു ബ്രാക്കറ്റിൽ കൊടുക്കും. പിന്നെ നമുക്കിവിടെ -1 ഒരുപാട് -1 ഉണ്ട്. ആ -1കളൊക്കെ കുറേ -1 ഉണ്ടാവും n വരെ. സോ -1 × n എന്ന് എഴുതാം. എന്താ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഇനി Sn = ഇപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടി. Sn = ഇതൊരു ഈ 10, 100, 1000 ഇതൊരു GP ആണ്. AP അല്ല, ഇതൊരു GP ആണ്. 10 ഇവിടെ എഴുതി, 10ൻ്റെ സ്ക്വയർ ഇവിടെ എഴുതി, 10ൻ്റെ ക്യൂബ് ഇവിടെ എഴുതി. ഇതൊരു GP ആണ് കേട്ടോ. 10 10⁻1 ആണിത്. ഇത് 10⁻2, ഇത് 10⁻3 ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 10 × 10 100, 10 × 10 × 10 അങ്ങനെ ഇതൊരു GP ആണ് ഈ എടുക്കേണ്ടത്. GPയുടെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇവിടെ GP ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ സൈഡിൽ എഴുതിക്കോളൂ. 10, 100, 1000 ഇങ്ങനെ പോണത് ആരാണ്? ഇതൊരു GP ആണ്. GP ആണ് എങ്ങനെ മനസ്സിലാക്കിയത്? ആദ്യത്തെ ടേം ഇതിൽ A എന്ന് പറഞ്ഞാൽ 10 ആണ്. ഫസ്റ്റ് ടേം 10 ആണ്. പക്ഷേ ഇനി ഇൻറ്റു ചെയ്യാണ്. ആദ്യം 10, പിന്നെ 10നെ 10 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്തേക്കാണ് 100. ഇനി 100നെ 10 കൊണ്ട് ഇൻറ്റു ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? ആദ്യത്തെ ആൾ 10 ആണെങ്കിൽ അടുത്ത ആളെ കിട്ടാൻ ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 10നെ തന്നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്തേക്കാണ്. പിന്നെ വീണ്ടും നിങ്ങൾക്ക് 100 കിട്ടും. ആ 100നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്തേക്കാണ്. 10 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടാണ് ഇവിടെ പോണേ. മനസ്സിലായോ? 10, 100, 1000 എന്ന് പറയുന്നത് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണേ? ആദ്യം 10 ഇടുന്നു, പിന്നെ 10 × 10 ചെയ്യുന്നു, അപ്പോൾ 100 ആയി. 100 × 10 ചെയ്യുന്നു, 1000 ആയി. 1000 × 10 ചെയ്യുന്നു, 10000 ആയി. ഇങ്ങനെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്.
അപ്പോഴത്തെ കോമൺ റേഷ്യോ 10 10 കൊണ്ടാണ് ഇൻറ്റു ചെയ്ത് പോണത്. അപ്പോൾ ഫസ്റ്റ് ടേം 10, കോമൺ റേഷ്യോ 10, 10 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ടാണ്, കൂട്ടി പോവല്ല. കൂട്ടി പോവുകയാണെങ്കിൽ AP, ഇൻറ്റു ചെയ്ത് പോവുകയാണെങ്കിൽ GP ആണ്. അപ്പോൾ ഇത് GP ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി, കോമൺ റേഷ്യോ 10 കിട്ടി. അപ്പോൾ ഈ കിടക്കുന്ന ആൾ GP ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ സമ്മിൻ്റെ വാല്യൂടെ എഴുതണം. അതിൻ്റെ സമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, സം ഓഫ് n ടേംസിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇവിടെ 10 അല്ലേ കോമൺ റേഷ്യോ, ഒരു 1നേക്കാൾ വലിയ നമ്പറാണ് 10. അങ്ങനെ വന്നാൽ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, A × r⁻n−1/r−1. ഇതാണ് ഇക്വേഷൻ കേട്ടോ. ഇത് പഠിച്ചു വെക്കുക, A × r⁻n−1/r−1. ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം സം ഓഫ് n ടേംസ് ഈക്വൽ ടു, ഇവിടെ A എന്ന് പറഞ്ഞാൽ 10, A 10, r-ഉം 10. അപ്പോൾ 10 × 10⁻n−1/10⁻1 എന്ന് വരും. അതായത് സം ഓഫ് n ടേംസ് എന്ന് പറഞ്ഞാൽ 10 × 10⁻n−1/9 എന്ന് വരും ഇവിടെ. അപ്പോൾ സം ഓഫ് n ടേംസ് നമുക്ക് എന്ത് കിട്ടും, 10 × 10⁻n−1/9. ഇതാണ് ഈ ആളുടെ സമ്മ്. കണ്ടോ, ഈ കിടക്കുന്ന ആളുടെ സമ്മിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി എന്തെന്ന്, 10 × 10⁻n−1/9. ഇനി ഇവിടെ ആരുണ്ട്, ഒരു -1 × n, ഇത്രയേ ഉള്ളൂ സം. കണ്ടോ, ഇത് ഞാൻ നിങ്ങൾക്ക് മറ്റേതും കൂടി വെച്ചിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ 9 + 9 + 99 + 999 അങ്ങനെയാണ്. ഇതേപോലെ വേറെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നേരത്തെ കണ്ടത്, അത് നമുക്കൊന്ന് നോക്കി വെക്കാം. 7ൻ്റെ കേട്ടോ, 7 + 77 + 777 + 777 അപ് ടു n ടേംസ് ആണ്. 9th ഞാൻ പറഞ്ഞു തന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് SN = വീണ്ടും എഴുതാം, 7 + 77 + 77 + അങ്ങനെ അപ് ടു n ടേംസ് എന്ന് എഴുതാം. ഇത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ 9 എന്നുള്ള ആൾ വന്നിട്ടില്ല. നേരത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 9 ആയിരുന്നു. 9 എന്നുള്ള ആൾ വന്നപ്പോൾ നമ്മൾ 10 ൽ നിന്ന് 1 കുറച്ചു, 99 വന്നപ്പോൾ 100 ൽ നിന്ന് 1 കുറച്ചു. നമുക്ക് അങ്ങനെ എഴുതണം. അതിനുവേണ്ടി 9 എന്നുള്ള ആളെ നമ്മൾ ഇവർക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി എല്ലാത്തിനും നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കിക്കോ, എല്ലാത്തിനും ഒരു 9 മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു 9 വെച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ആദ്യം ഇങ്ങനെ ചെയ്തോ, എല്ലാത്തിനും ആ 7 പുറത്തേക്ക് എടുക്കുക. എല്ലാത്തിനും 7 പുറത്തേക്ക് എടുക്കുക. 7 പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താവും, ഇവിടെ 7 പോയാൽ 1 ആവും. ഇവിടെ 7ഉം 7ഉം പോയാൽ 1 1 ആവും. ഇവിടെ 7ഉം 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 പോയാൽ 1 1 1 ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അപ് ടു n ടേംസ്. അപ്പോൾ 7 നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 9 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഏത് ചോദ്യം കിട്ടാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 9 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താവും, 7 ഡിവിഷൻ പുറത്ത് ചെയ്യുക, ഉള്ളിൽ 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 9 9, ഇവിടെ 99, അങ്ങനെ എല്ലായിടത്തും 9 9 എന്നുള്ള സംഭവം നമുക്കിവിടെ വന്നു. കണ്ടോ, ഇതാണ് ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇതൊരു എക്സ്ട്രാ സ്റ്റെപ്പാണ്. അപ്പോൾ 7 ആണെങ്കിൽ 7 എല്ലാം പുറത്തേക്ക് എടുത്തിട്ട് 1 1 1 അങ്ങനെ ആക്കുക. ഇനി ഇവിടെ ഒക്കെ 1 × 9, എല്ലായിടത്തും 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 9 9, 11 × 9 99 ഇങ്ങനെ വരും. ഇനി നമ്മൾ സാധാ സ്റ്റെപ്പ് നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പ് നമ്മളിവിടെ ഫോളോ ചെയ്യും. ഇതതുപോലെ തന്നെ എടുക്കട്ടെ. 9ന് പകരം എന്ത് എഴുതും, 10 - 1, 99ന് പകരം 100 - 1, ഇനി ഇതിന് പകരം 1000 - 1 അപ് ടു n ടേംസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ 7/9 അവിടെ തന്നെ ഉണ്ട്, അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ തന്നെ വെക്കുക. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു 10കളെ 100കളെ ഒക്കെ ഒരുമിച്ചാക്കാം. 10 100 1000 അങ്ങനെ n ടേംസ് വരെ പോവും. ഇവിടെ -1 × n അല്ലേ, കുറേ -1 n വരെ ഉണ്ട്, അത് എഴുതാം. ഇത് നമുക്കറിയാം SN = 7/9. ഇതൊരു GP ആണ് അല്ലേ, ഇതൊരു GP ആണ്. 10 100 1000 ഇതൊരു GP ആണ്. അപ്പോൾ എന്താണ് ഇക്വേഷൻ, A × r⁻n−1/r−1. ഇവിടെ -1 × n -n, ഇതൊരു GP ആണെന്ന് മനസ്സിലാക്കുക. 10 10 × 10 100, 100 × 10 × 10 ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് SN = 7/9. A എന്ന് പറഞ്ഞാൽ 10 ആണ്, ഫസ്റ്റ് ടേം 10 അല്ലേ. 10 × r, റേഷ്യോ 10 തന്നെയാണ്, 10 കൊണ്ടാണ് ഇൻറ്റു ചെയ്ത് പോണേ. അപ്പോൾ 10⁻n−1/, ഇനി 6 10 ആണ്, 10ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 9 - n. ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം, അത്ര തന്നെ ഇനി ചെയ്യാനായിട്ടുള്ളൂ. 10 × 7 70, ഇനി 9 × 9 81. ഓക്കെ,
അപ്പോൾ ഇതിന് ഇതുകൊണ്ട് ഇൻറ്റു ചെയ്തു. ഇനി ബാക്കി 10⁻n−1 മൈനസ് n. ഇതാണ് സം ടു n ടേംസ്. കണ്ടോ? അപ്പോൾ 7ഓ 6ഓ വേറെ ഏതെങ്കിലും നമ്പർ വന്നാൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്യണം. ഏതാണ് നമ്പർ അത് പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് 9 കൊണ്ട് ഇൻറ്റു ചെയ്യുക കേട്ടോ. ഇൻറ്റു ചെയ്യണം, ഡിവിഷനും ചെയ്തോളൂ. ഡിവിഷൻ പുറത്തിട്ടാൽ മതി. പിന്നെ ബാക്കി അതേ സ്റ്റെപ്പിലേക്ക് പോവാം കേട്ടോ. ഇത് മറക്കണ്ട, ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. 7ൻ്റെ നോക്കുക. ഇതുപോലെ വേറെ ഇത് വന്നാൽ ഇങ്ങനെ തന്നെ ചെയ്യുക. ഇനി 9 ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. 9ന് പകരം 10⁻1 അങ്ങനെ 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 ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിർബന്ധമായിട്ട് ഇത് ചെയ്ത് പഠിക്കണം. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമുക്ക് അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് നോക്കാം. സി ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് സം ടു ഇൻഫിനിറ്റി ഓഫ് ദ ജിയോമെട്രിക് പ്രോഗ്രഷൻ 9, 0.9, 0.09 അങ്ങനെയൊക്കെ തന്നിട്ടുള്ളത്. സമ്മ് കണ്ടുപിടിക്കാനാണ് കേട്ടോ. ജിയോമെട്രി പ്രോഗ്രഷനാണ്, GP എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ആൾ 9 ആണ്, പിന്നെ 0.9 ആണ്, പിന്നെ 0.09 ആണ്. നമ്മൾ AP കാര്യം പറഞ്ഞു അല്ലേ. സം ടു ഇൻഫിനിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സം ടു ഇൻഫിനിറ്റി ആ ഒരു കാര്യം നോട്ട് ചെയ്യണേ. സം ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് മറ്റൊരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. സം ടു ഇൻഫിനിറ്റി കേട്ടോ. സാധാ സമ്മാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? GPയിലെ ഒരു സാധാ സമ്മാണെങ്കിൽ SN = A × r⁻n−1/r−1 ആണ്. ആറിൻ്റെ വാല്യൂ 1നേക്കാൾ വലുതാണെങ്കിൽ, കോമൺ റേഷ്യോ വലിയൊരു നമ്പർ ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഇനി കോമൺ റേഷ്യോ ചെറിയൊരു നമ്പറാണെന്ന് വിചാരിക്കുക. കോമൺ റേഷ്യോ ചെറിയൊരു നമ്പർ ആണെങ്കിൽ നേരെ തിരിച്ചിടുക. 1 - r⁻n/r−1 എന്നുമാണ് വരിക. ഇവിടെ സം ടു ഇൻഫിനിറ്റി ആണ്. ഈ 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ആറിൻ്റെ വാല്യൂ വലുതാണെങ്കിൽ ഈ ഇക്വേഷനും, ചെറുതാണെങ്കിൽ ഇതുമാണ്. ഇനി സം ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ കൊടുക്കും. സം ടു ഇൻഫിനിറ്റി ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ A/1 - r ആണ് കേട്ടോ. ഈ 3 ഇക്വേഷൻസ് മനസ്സിൽ വേണം. അപ്പോൾ നമുക്കിവിടെ A നമുക്കറിയാം. ഫസ്റ്റ് ടേം ആരാ? 9 ആണ് ഫസ്റ്റ് ടേം. ഇനി R നമ്മളിവിടെ കണ്ടുപിടിക്കണം. കോമൺ റേഷ്യോ കണ്ടുപിടിക്കണം. എങ്ങനെ നമുക്കൊരു GPയുടെ കോമൺ റേഷ്യോ കാണാൻ പറ്റും? GP ആണെന്ന് പറഞ്ഞു. AP ആണെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. ഇതിന് ഇത് കുറയ്ക്കാം. GP ആണെങ്കിൽ കോമൺ റേഷ്യോ കാണാൻ ഇതും കൂടി ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. മറക്കണ്ട. 0.9നെ 9 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 1/10. ഓക്കെ, നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ GP ആണോ നോക്കുക. GP ആണെങ്കിൽ A കിട്ടും ഫസ്റ്റ് ടേം. R കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് ടേം 0.9 ഡിവൈഡഡ് ബൈ 9 ആണ് ചെയ്യേണ്ടത്. അതായത് 1/10. അതായത് 0.1 ആണ്. കാൽക്കുലേറ്ററിൽ ഇട്ടാൽ കിട്ടും 0.1. അപ്പോൾ റേഷ്യോ 0.1 ആണ്. ഇത് ഇട്ട് കൊടുത്താൽ മതി. സം ടു ഇൻഫിനിറ്റി = 9. A/1 - r ആണ്. A എന്ന് പറഞ്ഞാൽ 9 ആണ്. 9/1 - r. r ആരാണ്? 0.1. ഇത് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കാം. 9നെ ഡിവൈഡ് ചെയ്യണം. 1ന്ന് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? 1ന്ന് 0.1 കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 0.9. അപ്പോൾ 9/0.9 എന്താണോ നോക്കുക, അതാണ് അതിൻ്റെ ആൻസർ. 9 ഡിവൈഡഡ് ബൈ 0.9 ചെയ്യുമ്പോൾ കിട്ടും 10. കണ്ടോ? ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം ആൻസർ ആയിട്ടാ. അപ്പോൾ GPയിൽ ഇത്രയും അറിഞ്ഞിരിക്കുക. A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. R കണ്ടുപിടിക്കാൻ ഇതും കൂടി ഡിവൈഡ് ചെയ്യണം. GPയിൽ 3 ഇക്വേഷൻസ് ഉണ്ട്. ആറിൻ്റെ വാല്യൂ വലുതാണെങ്കിൽ, 1നേക്കാൾ വലുതാണെങ്കിൽ ഈ ഇക്വേഷൻ, ചെറുതാണെങ്കിൽ ഈ ഇക്വേഷൻ. പക്ഷെ സം ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അത്രയും അറിഞ്ഞിരിക്കുക. അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യം. അപ്പോൾ നമുക്ക് APയും GPയൊക്കെ ഏകദേശം മനസ്സിലായല്ലോ എന്താണെന്നുള്ളതൊക്കെ. AP എന്ന് പറയുമ്പോൾ N കണ്ട് കിട്ടും. A ഫസ്റ്റ് ടേം, D കുറയ്ക്കുക, അതിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ ഒരെണ്ണം തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഈ ടൈപ്പ് പ്രോബ്ലം നന്നായി എഴുതി പഠിക്കുക. ഓക്കെ, പിന്നെ നമ്മളിതാ GPയും പരിചയപ്പെട്ടു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യം നോക്കാം. ഇതാണ് ചോദ്യം. ഇതാട്ടാ, ഇത് 2018 വന്ന ചോദ്യമാണ്. ഇതൊക്കെ ടഫുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണിത്. നോക്കിക്കോ. ഫൈൻഡ് സം ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പർ വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5. അതൊരു ചോദ്യമാണ്. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇനി ഹൗ മെനി ടേംസ് ഓഫ് ദി GP 3, 3² 3³ given to sum 120. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് സീരീസ് ഹൂസ് nth ടേം. ഇങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നന്നായി വായിച്ച്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സം തന്നെയാണ്. ഫൈൻഡ് ദ സം ഓൾ 3 ഡിജിറ്റ് നമ്പർ. കണ്ടോ?
3 ഡിജിറ്റ് നമ്പറിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. 3 ഡിജിറ്റ് നമ്പർ ആവണം, സമ്മാണ് കാണേണ്ടത്, മൾട്ടിപ്പിൾ ഓഫ് 5 ആവണം കേട്ടോ. അപ്പോൾ ഇവിടെ സമ്മ് കണ്ടുപിടിക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സമ്മ് കാണാൻ ആക്ച്വലി 2 ഇക്വേഷൻ ഉണ്ട്. AP ആണ് ഇത് കേട്ടോ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്, GP അല്ല. അപ്പോൾ ഇവിടെ 2 ഇക്വേഷൻസ് നമുക്കുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ n/2 ഇൻറ്റു 2a + n-1 ഇൻറ്റു d, അതല്ലെങ്കിൽ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 3 ഡിജിറ്റ് നമ്പേഴ്സ് ആവണം. 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടുന്ന തുടങ്ങണേ? 100 മുതൽ അല്ലേ? 100, 101, 102, അങ്ങനെ 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 എവിടെ വരെ ഉണ്ടാവും? 999 വരെ. പിന്നെ 1000 4 ഡിജിറ്റ് ആണ്. ഇതിൽ 5ൻ്റെ മൾട്ടിപ്പിൾസ് ആരൊക്കെയാണ്? അതാണ് നമുക്ക് ആവശ്യം. ഇതെല്ലാം നമ്മുടെ സീക്വൻസ്. നമ്മുടെ സീക്വൻസ് 5ൻ്റെ മൾട്ടിപ്പിൾസ് ആരൊക്കെയും? 100 മൾട്ടിപ്പിൾ ആണ് അല്ലേ? 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 101, 102 ഒന്നും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നോക്കിയാൽ മതി. നിങ്ങളിപ്പോൾ കാൽക്കുലേറ്ററിനെ 101നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, പോയിന്റ് വരും. വേണ്ട, പോയിന്റ് വന്നു. അപ്പോൾ അത് പറ്റില്ല. പിന്നെ 105 ആണ് നമുക്ക് പറ്റുക, 110 പറ്റും. അങ്ങനെ 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 ലാസ്റ്റ് എവിടെ വരെ ഉണ്ടാവും? 995 വരെ നമുക്ക് ഉണ്ടാവും. ഇതാണ് നമ്മുടെ സീക്വൻസ്. അപ്പോൾ ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 100 മുതൽ 995 വരെയുള്ള ഈ സീക്വൻസിന് സമ്മ് കാണണം. അപ്പോൾ ഇത് ഫസ്റ്റ് ടേം ആണ്, ഇത് ഫസ്റ്റ് ടേം ആണ് നമുക്ക് മനസ്സിലാവും, ഇത് ലാസ്റ്റ് ടേം ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ സിമ്പിളായിട്ട് യൂസ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ n നമുക്കറിയില്ല, എത്ര ടേംസ് ആണ് ഇത് എത്ര ടേംസ് ആണ് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എഴുതി, സം ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം x1 എന്ന് കൊടുത്തോ, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം xn, ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇത് നമുക്ക് നമ്മുടെ സീക്വൻസ് ആരാന്ന് മനസ്സിലായി. 100, 105, 5ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? ഇനിയിപ്പോൾ 7ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യാൻ നോക്കുക. 100നെ 7 കൊണ്ട് പറ്റുമോ നോക്കുക, 101നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അങ്ങനെ ഓരോന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഫസ്റ്റ് ടേം കാണാം. ഇവിടെ ഇപ്പോൾ 100 ആണ്, നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 105നെ പറ്റും, അങ്ങനെ 995 വരെ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ടേം കിട്ടി. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 100 ആണെന്നും ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 995 ആണെന്നും കിട്ടി. പക്ഷെ ഇവിടെ n കിട്ടിയിട്ടില്ല. ഇനി സമ്മ് കാണാൻ n കാണാൻ ഇതെടുക്കുക. ഒരു ഇക്വേഷൻ നമുക്കുണ്ട്, a + n-1 ഇൻറ്റു d എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ലാസ്റ്റ് ടേം കണ്ടുപിടിക്കുമ്പോൾ a + n-1 ഇൻറ്റു d ഈക്വൽ ടു 995 എന്ന് കൊടുക്കുക. അപ്പോൾ a നമുക്കറിയാം 100, n നമുക്കറിയാത്തത് n കണ്ടുപിടിക്കണം. ഇനി d നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, 105 100 കുറച്ചാൽ 5 ആണ്, ഈക്വൽ ടു 995. അപ്പോൾ n-1 ഇൻറ്റു 5 അവിടെ നിർത്തുക. 995നെ ഇതങ്ങോട്ട് കൊണ്ടുപോവുക, -100 എന്നാവും. അപ്പോൾ n-1 ഇൻറ്റു 5 ഈക്വൽ ടു 995ൽ നിന്ന് ഏത് മൈനസ് ചെയ്ത് കളയുക? 100 മൈനസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് കിട്ടും 895. ഇതിൽ നിന്ന് n ആണ് നമുക്ക് കിട്ടേണ്ടത്, n-1 അവിടെ വെച്ചോ. അപ്പോൾ 895നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് ഇൻറ്റു ആണല്ലോ. അപ്പോൾ 895 നമുക്ക് കിട്ടി. ആ 895നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 179 കിട്ടും. അപ്പോൾ n-1 നമുക്ക് കിട്ടി 179. അപ്പോൾ n കാണാൻ 179ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 180. കണ്ടോ? 180 ടേംസ് ആണ് ഇത് മൊത്തത്തിലുള്ളത്. കണ്ടോ? 100 മുതൽ 995 വരെ മൊത്തം എത്ര ടേംസ് ഉണ്ടെന്ന് കിട്ടി? 180 ടേം. ഇത് 180ാമത്തെ ടേമാണ് ഇയാൾ, നമുക്കിപ്പോൾ മനസ്സിലായത് എങ്ങനെ ചെയ്തത്. അപ്പോൾ ആദ്യം 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ നമ്മൾ 5ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമ്മൾ സീക്വൻസ് ചെയ്ത് ആദ്യത്തെ സ്റ്റെപ്പ് സീക്വൻസ് ചെയ്താൽ, അത് കഴിഞ്ഞിട്ട് ഇക്വേഷൻ എഴുതുക, n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഈ ഇക്വേഷനാണ് നിങ്ങൾക്ക് സിമ്പിൾ, മറ്റേതും യൂസ് ചെയ്യാട്ടെ, കുഴപ്പമില്ല. ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി, ഇതാണ്. ലാസ്റ്റ് ടേമും നമുക്ക് കിട്ടി. ഇനി n നമുക്കറിയില്ല, n കിട്ടണം. n കിട്ടാൻ വേണ്ടി ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. സമ്മിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക, n കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം ഓൾറെഡി നമുക്ക് കിട്ടി. അപ്പോൾ n കാണാനുള്ള ഇക്വേഷനിൽ a ഇട്ട് കൊടുത്തു, d ഇട്ട് കൊടുത്തു. ആദ്യം 100നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക, പിന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പിന്നെ -1 അങ്ങോട്ട് പോകുമ്പോൾ +1 ആയി n-ൻ്റെ വാല്യൂ കിട്ടി. നമുക്കിതൊക്കെ ഇട്ട് കൊടുത്താൽ സമ്മായി. സം ഈക്വൽ ടു n-ൻ്റെ അവിടെ നമുക്ക് 180 എന്നല്ലേ കിട്ടിയത്? 180/2. ഫസ്റ്റ് ടേം 100ഉം ലാസ്റ്റ് ടേം 995 നമുക്ക് കിട്ടും. ഇത് ചെയ്യാം. 180/2, 180നെ /2 ചെയ്താൽ 90 എന്ന് കിട്ടും.
ഇനി ഇവിടെ നമുക്ക് 995ഉം 995ൻ്റെ കൂടെ 100 പ്ലസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1095. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 1095 ഇൻറ്റു 90 ചെയ്യുക കേട്ടോ. ഇതൊക്കെ കാൽക്കുലേറ്ററിൽ ചെയ്യാൻ നല്ലത്, സമയം കളയരുത്. അപ്പോൾ നമുക്കിത് ആൻസർ ഇങ്ങനെ വരും. ഇതാണ് സം. അപ്പോൾ നമ്മളിതാ 3 ക്വസ്റ്റ്യനും ആ സെക്ഷനിൽ നിന്ന് നമ്മൾ ചെയ്തു. 3 ക്വസ്റ്റ്യനല്ല, നമ്മൾ ഒരു ക്വസ്റ്റ്യനാണ് ചെയ്തത്. ഇനി 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ, 3 ഡിജിറ്റ് നമ്പേഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം നോക്കിക്കോ. അതിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മെനി ടേംസ് ഓഫ് ദ GP 3 ഹൗ മെനി ടേംസ് കാണാൻ, അതായത് എൻഡ് കാണാൻ ഇവിടെ പറയണേ. കണ്ടോ, ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഹൗ മെനി ടേംസ് എന്ന് പറഞ്ഞാൽ എൻഡ് കാണാനാണ്. GP ഞാൻ തന്നു 3 സ്ക്വയർ 3 ക്യൂബ്, സമ്മും തന്നു. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. GP ആണ് തന്നിരിക്കുന്നത് 3 സ്ക്വയർ 3 ക്യൂബ്, അങ്ങനെ പോവാണ്. സമ്മ് ഇവർ തന്നു. സമ്മ് തന്നിട്ടുള്ളത് 120 ആണ്. എൻഡ് കണ്ടുപിടിക്കാനാണ്. ഹൗ മെനി ടേംസ് എന്ന് പറഞ്ഞാൽ അവിടെ എൻഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എ എഴുതാം. അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഫസ്റ്റ് ടേം എഴുതാം 3. കോമൺ റേഷ്യോ നോക്കിയാൽ 3 സ്ക്വയർ 3 ക്യൂബ്, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയേക്കുക. ആദ്യം 3 ആണ്. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 9, 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 9 × 3 27, ഇൻറ്റു 3 ആണ് ഇവിടെ ചെയ്യണേ. 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് പോയേക്കുക. ആദ്യം 3 × 3 3 × 3 × 3 അങ്ങനെ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കോമൺ റേഷ്യോ 3 ആണ്. ഇത് നമുക്കിവിടെ സമ്മും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമ്മിൻ്റെ ഇക്വേഷൻ എഴുതാം. സമ്മിൻ്റെ ഇക്വേഷൻ എന്താ? 6ൻ്റെ വാല്യൂ 3 ആണ് അല്ലേ. 6 3 ആണ്. അപ്പോൾ വലിയ നമ്പറാണ്, ഒന്നിനേക്കാൾ വലുതാണ്. അപ്പോൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുക? ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നല്ലോ. ഉണ്ടോ, ഒന്നിനേക്കാൾ വലിയ 6 ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. A × r⁻n−1/r−1. ഇവിടെ നമുക്കിത് തന്നിട്ടുണ്ട്, സമ്മ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ A എഴുതി, R എഴുതി, റേഷ്യോ എഴുതി, സമ്മിൻ്റെ ഇക്വേഷൻ എഴുതി. ഇതിൽ n ആണ് കണ്ടുപിടിക്കേണ്ടത്. സമ്മ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ സമ്മ് നമുക്ക് എഴുതാം 120 എന്ന് എഴുതാം. A നമുക്കറിയാം 3, R നമുക്കറിയാം 3 അല്ലെ. Aയും Rഉം 3 ആണ്. n നമുക്കറിയില്ല, n നമ്മൾ കണ്ടുപിടിക്കണം. ഹൗ മെനി ടേംസ് എന്നാണ് ചോദ്യം. അപ്പോൾ n ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇനി 6ൽ നിന്ന് 1 കുറയ്ക്കുക. 6 3 ആണ്. 3ൽ നിന്ന് കുറച്ചാൽ 2 ആണ്. ഇതിന് എൻഡ് കാണാം. ആദ്യം ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ 120 × 2 എന്നാവും. ഡിവൈഡഡ് ബൈ 2 എന്താവും? × 2. 3 × 3⁻n−1. ഇതിൽ നമുക്ക് ഈ 3നെയും കൂടി താഴത്തേക്ക് കൊണ്ടുപോവാം. അപ്പം 120 × 2/3 എന്നാവും. മുകളിലത്തെ 3 താഴത്തേക്ക് പോയി. അപ്പോൾ 3⁻n−1. ഇതെന്താണെന്ന് നോക്കാം നമുക്ക് ആൻസർ. 120 × 2 240, അതേ ബൈ 3 80 എന്ന് വരും. 80 നമുക്ക് ഇവിടെ വരും കേട്ടോ. അപ്പോൾ 80 ആണ് 3⁻n−1. അപ്പോൾ 3⁻n കാണാൻ -1 ഇങ്ങോട്ട് പോയാൽ +1 81. അപ്പോൾ 3⁻n നമുക്ക് എന്ത് കിട്ടി? 81. അപ്പോൾ 3യുടെ പവർ ആര് വന്നാലേ 81 വരികയെന്ന് നോക്കാം. 3യുടെ പവർ അപ്പോൾ നമുക്ക് 3⁻³ നോക്കി നോക്കാം. 3⁻³ 27. അപ്പോൾ അതല്ല. അപ്പോൾ 3⁻4 നോക്കി നോക്കാം. 81. കണ്ടോ, 3⁻4 81 ആണ്. അപ്പോൾ 3⁻4 ആണ് 81. അതായത് എന്നിൻ്റെ വാല്യൂ 4 ആണ്. 4 ടേംസ് ആണ് കേട്ടോ. ഹൗ മെനി ടേംസ്? 4 ടേംസ്. പഠിച്ചു വയ്ക്കുക, നന്നായി ചെയ്ത് നോക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം നോക്കിക്കോ. ഫൈൻഡ് ദ, അപ്പോൾ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദ സീരീസ് ഹൂസ് nth ടേം ഈസ് n × n+3. n × n+3 എന്ന് പറഞ്ഞൊരു സംഭവം. ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ ചോദിക്കാം. ടഫായ ചോദ്യം തന്നെയാണ്. ഇങ്ങനെ ടഫുള്ള പുതിയ പാറ്റേണുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. നമുക്കിവിടെ nth ടേം ആണ് തന്നിട്ടുള്ളൂ. ഓക്കെ, ഏതോ ഒരു സീരീസ് അതിൻ്റെ nth ടേം തന്നുണ്ട്, n × n+3. ഇതിൻ്റെ സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സം ഓഫ് ഫസ്റ്റ് n ടേംസ്. അപ്പോൾ nth ടേം തന്നിട്ട്, ചോദ്യം നന്നായി ശ്രദ്ധിക്കുക, nth ടേം തന്നിട്ട് സം ഓഫ് n ടേംസ് കാണാൻ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ചെയ്യുക എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. എങ്ങനെ? n × n n², n × 3 3n. ഇതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ സം ഓഫ് n ടേംസ് ഈക്വൽ ടു നമ്മൾ ഇങ്ങനെ എഴുതും സിഗ്മ n ഈക്വൽ ടു 1 to n. അതായത് സമ്മ് കണ്ടുപിടിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സിഗ്മ എന്ന് പറഞ്ഞാൽ സം ഓഫ് 1 മുതൽ n വരെ ഫസ്റ്റ് n ടേംസ്. അപ്പോൾ ഫസ്റ്റ് മുതൽ n ടേംസ് വരെ സമ്പ് കാണുക. ആരുടെയാണ്? n² പ്ലസ് 3n കാണണം. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ nth ടേം തന്നു, സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മുതൽ n ടേംസ് വരെ സം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇനി നമുക്കിതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. സോ സം ഓഫ് n ടേംസ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to n. ആദ്യം n² ഒരു പീസാക്കാം. പിന്നെ സിഗ്മ n ഈക്വൽ ടു 1 to n 3n അടുത്ത പീസാക്കാം. അപ്പോൾ സം ഓഫ് n ടേംസ് ഈക്വൽ ടു n² സം. നമുക്ക് n² എന്ന് പറയുന്നത് സ്ക്വയറുകൾ 1² 2² അങ്ങനെ സ്ക്വയറുകളുടെ സമ്മ് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഓൾറെഡി ഉണ്ട്. സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6 ആണ്. ഇത് ഇവിടുന്ന് എനിക്ക് കിട്ടിയത് അതൊരു ഇക്വേഷനാണ്. എവിടെയെങ്കിലും സിഗ്മ n² എന്ന് പറഞ്ഞ ഇതാണ് 10ലൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6 ആണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം ഇതിട്ട് കൊടുക്കാം. ഇനി ഇവിടെ 3 ഉണ്ട്, 3 അങ്ങനെ തന്നെ എഴുതിക്കോ. അപ്പോൾ സിഗ്മ n എന്ന് മാത്രം വരും. സിഗ്മ n-നും ഒരു ഇക്വേഷൻ ഉണ്ട്. സിഗ്മ n എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. ഇത് രണ്ടും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഈ 3 അവിടെ തന്നെ എഴുതിക്കോ. അപ്പോൾ സിഗ്മ n ഉള്ള ഭാഗത്ത് എന്തിട്ട് കൊടുക്കാം? n ഇൻറ്റു n പ്ലസ് 1/2 അതും ഇക്വേഷനാണ്. അപ്പം ഇങ്ങനെ കിട്ടി. ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്യൽ മാത്രമാണ് നമുക്ക് ടാസ്ക് ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എല്ലാത്തിനും n ഇൻറ്റു n പ്ലസ് 1/2 പുറത്തേക്ക് എടുക്കാം. ആരെയാണ് പുറത്തേക്ക് എടുക്കണേ? n ഇൻറ്റു n പ്ലസ് 1. ഇവിടെയൊക്കെ 6ലൊക്കെ ഒരു 2 ഉണ്ടാവും. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് പറയുന്ന ആളെ ഞാൻ പുറത്തേക്ക് എടുത്തു. n ഇൻറ്റു n പ്ലസ് 1/2. ഈ 6ന് 2 പോയാൽ ബാക്കി 3 ആവും കേട്ടോ. അപ്പോൾ ബാക്കി 2n പ്ലസ് 1 ഉണ്ട്. ഇത് പുറത്തേക്ക് പോയി. ഇത് ബാക്കിയുണ്ട്. 6ന് 2 പോയാൽ ബാക്കി 3 എന്നാണ്. 6/2 3. ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇത് മൊത്തം എടുത്തു. n ഇൻറ്റു n പ്ലസ് 1/2 മൊത്തം പുറത്തേക്ക് എടുത്താൽ ബാക്കി 3 ഇങ്ങനെ വന്നു. ഇവിടെ നമുക്കൊന്ന് ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വെക്കാം. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1/2 ഇവിടെ 1 ഇട്ടിട്ട് ക്രോസ് ചെയ്യുക. 1 ഇൻറ്റു 2n പ്ലസ് 1 2n പ്ലസ് 1 3 ഇൻറ്റു 3 9 ബൈ 1 ഇൻറ്റു 3 3. അപ്പോൾ ലാസ്റ്റ് കിട്ടും Sn ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2. ഇവിടെ 9 ഒന്നും കൂടി 10 ആവും. 2n പ്ലസ് 10/3 ഇങ്ങനെ ഇട്ടാലും മതി, കഴിഞ്ഞു. അപ്പോൾ ഇത് റയർ ക്വസ്റ്റ്യൻ ആണ്, പറ്റുന്നവരൊക്കെ പഠിക്കുക. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. n² വേറെ ആക്കുക, 3n വേറെ ആക്കുക. n² ഈ ഇക്വേഷനും n-ൻ്റെ ഈ ഇക്വേഷനും പഠിച്ചു വെക്കണം. അതിൽ നിന്ന് കോമൺ ആയിട്ട് n ഇൻറ്റു n പ്ലസ് 1/2 പുറത്തെടുക്കുക. ബാക്കിയുള്ളത് എഴുതുക. ഇതൊന്ന് ക്രോസ് ചെയ്ത് വെക്കുക. ക്രോസ് ചെയ്ത് വെച്ചിട്ട് എഴുതാം. അതാണ് ആ ഒരു ചോദ്യം. നോക്കി വയ്ക്കുക. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യനാണ്, എഴുതി പഠിച്ചാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ നമുക്ക് അതിൽ വന്ന ചോദ്യം നോക്കാം. ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ 18 കേട്ടോ. The fourth term of a geometric progression is square of its second term and the first term is -3. Determine seventh term. ഇങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എന്താ ഒരു പറഞ്ഞിട്ടുള്ളത്? ഫോർത്ത് ടേം സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ ആണ്, ഫസ്റ്റ് ടേം -3 ആണ്. അങ്ങനെയാണെങ്കിൽ സെവൻത്ത് ടേം എന്താണ്? അപ്പോൾ തന്നിട്ടുള്ള ലൈൻ നിങ്ങൾ ആദ്യം ഒന്ന് ജസ്റ്റ് വളരെ ഷോർട്ടായിട്ട് എഴുതുക. ഫോർത്ത് ടേം ജോമെട്രിക് സീരീസ്, ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്, GP ആണ്. ഇവർ പറയുന്നു ഫോർത്ത് ടേം എന്ന് പറയുന്ന ആള് സ്ക്വയർ ഓഫ് സെക്കൻഡ് ടേം ആണ്, സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ GPയിൽ എങ്ങനെ വരിക? ഫസ്റ്റ് ടേം നമ്മൾ A, സെക്കൻഡ് ടേം A ഇൻറ്റു R, അടുത്ത ആൾ A ഇൻറ്റു AR സ്ക്വയർ, പിന്നെ AR ക്യൂബ്, ഇങ്ങനെയാണ് പോവുക. അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? A ഇൻറ്റു R⁻³ ആണ്. ഇതാണ് GP. ഇങ്ങനെയാണ് GP എഴുതുക. ഫസ്റ്റത്തെ ടേമിൻ്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്യും, ഈ കിട്ടിയ ആളെ കൂടെ വീണ്ടും 6 മൾട്ടിപ്ലൈ ചെയ്യും, ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ A ഇൻറ്റു R⁻³ ആണ്. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താ? A ഇൻറ്റു R ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ A ഇൻറ്റു R³ ഇസ് ഈക്വൽ ടു എയുടെ സ്ക്വയറും വരും ആറിൻ്റെ സ്ക്വയറും വരും. ഇങ്ങനെ നമുക്ക് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആറുകൾ ഒരു സൈഡിലേക്ക് ആക്കാം. R³ ഇവിടെ ഒരു R² ഉണ്ട്, രണ്ടിനെയും ഒരു സൈഡിലേക്ക് ആക്കി ഡിവൈഡ് ചെയ്യാം. R³ ബൈ R², അതുപോലെ A² ഡിവൈഡഡ് ബൈ A. അങ്ങനെയാണെങ്കിൽ നമുക്ക്
രണ്ടെണ്ണവും ഇവിടുന്ന് രണ്ടെണ്ണവും വെട്ടിപ്പോയാൽ ബാക്കി ഒരു 6 ഉണ്ടാവും ഇവിടുന്ന് ഒരു എയും ഇവിടുന്ന് ഒരു എയും വെട്ടിപ്പോയാൽ R = A. കണ്ടോ, ഇവിടെ രണ്ടെണ്ണം വെട്ടിപ്പോയി, ബാക്കി ഒരു 6, ഇവിടുന്ന് ഒരു എയും പോയാൽ ബാക്കി ഒരു A. അപ്പോൾ A = R എന്നാണ് അതിൻ്റെ അർത്ഥം. ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും സെയിം ആണ്. നമുക്ക് ഓൾറെഡി ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് ഇവർ -3 എന്ന്. അപ്പോൾ R എന്ന് പറഞ്ഞാൽ ആരാണ്? -3. എയും -3, ആറും -3. ഇനി ചോദ്യം എന്താ? 7th ടേം കാണാനാണ്. അപ്പോൾ 7th ടേം എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അപ്പോൾ 4th ടേം എന്ന് പറഞ്ഞപ്പോൾ A × R⁻³ ആണ്. ഒന്ന് കുറഞ്ഞിട്ടാണ് മുകളിൽ വരുന്നത്. അപ്പോൾ 7th ടേം എന്ന് പറഞ്ഞാൽ A × R⁻6 ആയിരിക്കും കേട്ടോ. അപ്പോൾ A -3 -3 × -3⁻6. ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ കിട്ടും -2187. സിമ്പിൾ ചോദ്യമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ടഫാണെന്ന് തോന്നിയാലും സംഭവം ആ തന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്ക് ചെയ്താൽ മതി. 2 മാർക്കിന് ചോദ്യമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം 4 മാർക്കിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വന്നിട്ടുണ്ട്. ഹൗ മെനി ടേംസ് ഓഫ് ദ ജിയോമെട്രിക് പ്രോഗ്രഷൻ? ഒരു GP തന്നിട്ടുണ്ട് 3, 3/2, 3/4 ആർ നീഡഡ് ടു ഗീവ് ദ സം. അപ്പോൾ ഹൗ മെനി ടേംസ് എന്നാണ് n കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. GP തന്നിട്ടുണ്ട്, സമ്മ് തന്നിട്ടുണ്ട്. നേരത്തെ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ GP എഴുതാം 3, 3/2, 3/4 ഇങ്ങനെ തന്നിട്ടുണ്ട്. സമ്മ് നമുക്ക് തന്നിരിക്കുന്നു 3069/512. അപ്പോൾ നമുക്ക് എയും ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാം. എ എന്ന് പറയുന്ന ആൾ ഇവിടെ ആരായിരിക്കും? ഫസ്റ്റ് ടേം ആരാണ്? 3 ആണ്. എ എന്ന് പറയുന്നത് 3 ആണ്. 6 കണ്ടുപിടിക്കാം. 6 കാണാൻ എന്ത് ചെയ്യുക? GP ആണ്. GPയിലെ കോമൺ റേഷ്യോ കാണാൻ സെക്കൻഡ് ടേമിൽ നിന്ന് ഡിവൈഡ് ചെയ്യുക ഫസ്റ്റ് ടേം. 3/2/3 എന്നാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും ഇവിടെ 3 ക്യാൻസൽ ചെയ്തിട്ട് 1/2. അപ്പോൾ നമുക്ക് എ കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി 3, ഫസ്റ്റ് ടേം 3, കോമൺ റേഷ്യോ കിട്ടി 1/2, അര, അതായത് 1നേക്കാൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് സമ്മിൻ്റെ ഇക്വേഷൻ നമ്മൾ ഏതെടുക്കണം? 1നേക്കാൾ ചെറുതാണ്. അര എന്ന് പറഞ്ഞാൽ ചെറുതാണെങ്കിൽ ഇക്വേഷൻ A × 1 - R⁻n/1 - R എന്ന ഇക്വേഷൻ വേണം എടുക്കാനായിട്ട്. ഈ ആറിൻ്റെ വാല്യൂ ചെറുതാണ്, 1നേക്കാൾ ചെറുതാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് ഓൾറെഡി സമ്മ് തന്നിട്ടുണ്ട് കേട്ടോ, 3069/512 എന്ന്. അപ്പോൾ A നമുക്ക് കിട്ടി, R നമുക്ക് കിട്ടി. R നോക്കിയപ്പോൾ മനസ്സിലായി സമ്മിൻ്റെ ഇക്വേഷൻ ഇതാണ്, സമ്മ് തന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സമ്മിൻ്റെ ഇക്വേഷൻ എഴുതാം. A × 1 - R⁻n/1 - R = ഇതാണ് സമ്മിൻ്റെ ഇക്വേഷൻ. വാല്യൂ തന്നിട്ടുണ്ട് 3069/512. ഇനി നമുക്ക് ഇവിടുന്ന് A നമുക്ക് ഓൾറെഡി കിട്ടി, അത് 3 ആണെന്നും റേഷ്യോ നമുക്ക് കിട്ടി 1/2 ആണെന്നും. n കണ്ടുപിടിക്കണം. ഹൗ മെനി ടേംസ് എന്നാണ് ചോദ്യം, n കാണണം. അപ്പോൾ നമുക്ക് ആ തന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് ഏകദേശം ആൻസറിലേക്ക് കിട്ടും. A എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 × 1 - R, R എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2⁻n എന്ന് നമ്മൾ കൊടുക്കണം. ബൈ 1 - R, R ആരാണ്? 1/2 ആണ്. = 3069/512. ഇവിടെ എന്താവെന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 അതുപോലെ ഇരിക്കോ, 1 അതുപോലെ ഇരിക്കോ. 1⁻n, 1ൻ്റെ പവർ എന്ത് വന്നാലും 1 തന്നെയാണ്. 2⁻n ഇത് കൊടുക്കണം, 2⁻n. ഇനി ഇവിടെ 1ന്ന് ഹാഫ് പോയാൽ ബാക്കി ഒരു ഹാഫ് ഉണ്ടാവും. = 3069/512. ഇതൊക്കെ നന്നായി ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി 3യും ഹാഫും ചേർന്ന് 3 / ഹാഫ് എന്ന് പറഞ്ഞാൽ 6 ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 3നെ ഡിവൈഡ് ചെയ്യണം ഹാഫ് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ 3 × 2/1, അത് 6 ആണ് കേട്ടോ. ഈ 3യും ഹാഫും ചേർന്നിട്ട് എന്താവും? 3 / ഹാഫ് ആണ്. ഈ 3യും 1/2 കൂടി ചേർന്നിട്ട് 6 എന്നുള്ളൊരു വാല്യൂയിലേക്ക് നമുക്ക് എത്തും. ഓക്കെ, അപ്പോൾ 3 / ഹാഫ് എന്താ? നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ ചെയ്താലും ഇതിന് ആൻസർ കിട്ടും. 3 / ഹാഫ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ കിട്ടും, 6 എന്നുള്ളത് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ 3 / 0.5 എന്ന് കൊടുത്താലും 6 കിട്ടും. കണ്ടോ, 3നെ ഡിവൈഡ് ചെയ്യണം ഹാഫ് വെച്ചിട്ട്. ഹാഫ് എന്ന് പറഞ്ഞാൽ 0.5 ആണ്, അര. അപ്പോൾ കിട്ടും 6. അപ്പോൾ ഇത് രണ്ടും ചേർന്നിട്ട് 6 ആയിട്ടാ. അപ്പോൾ ഇവിടെ 6 × എന്ന് എഴുതാം. 6 × 1 - 1/2⁻n ആണ് നമുക്ക് കിട്ടിയ 3069/512 എന്ന് പറയുന്ന വാല്യൂ. ഇനി 6നെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഈ 6 മുകളിലാണ്, അപ്പോൾ അത് അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ 1 - 1/2⁻n = എന്താവും? 3069/512.
ഈ മുകളിലുള്ള 6 താഴത്തേക്ക് പോകും. ഇത് ഇൻറ്റു 6 ആയിട്ട് താഴത്തേക്ക് വന്നു. അപ്പോൾ ഇത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 - 1/2n = 3069 മുകളിലുണ്ട്. താഴെ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3072 എന്ന് വരും. ഇങ്ങനെ വന്നു. n ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 1 - 1/2n ആണ് കിട്ടിയത്. 3069/3072. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനെ അവിടെ വെച്ചോ. ഓക്കെ, -1/2n അവിടെ വയ്ക്കുക. ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. 3069/3072 -1 എന്നാവും. ഇതിനവിടെ നിർത്തി. ഈ -1/2n അവിടെ തന്നെ ഉണ്ട്. ഈ 1 അങ്ങോട്ട് പോയപ്പോൾ -1 ആയി. ഇനി ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാം. 1 × 3069 3069 -1 × 3072 3072 1 × 3072 3072 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരുന്നത് നോക്കാം. സോ -1/2n = ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ -3 എന്ന് വരും. താഴെ 3072 എന്നും ഉണ്ടാവും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് 2 മൈനസ് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞാൽ 1/2n = 3/3072 എന്ന് നമുക്ക് ആൻസർ വരും. ഇങ്ങനെ വരും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് n എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ് അടുത്തൊരു ടാസ്ക്. അപ്പോൾ അതിനുവേണ്ടി 3/3072 എന്ന് പറയുന്ന ആളെ നമുക്കൊന്ന് ചുരുക്കാൻ പറ്റുമോ നോക്കുക. അതായത് 3072നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഈ 3072നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1/2n എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവൈഡ് ചെയ്യുക. 3072/3 എന്താ നോക്കുക. 3072നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുക 1024. അപ്പോൾ ഇത് രണ്ടും വെട്ടിയിട്ട് നമുക്ക് വലിയ നമ്പറിൻ്റെ അവിടെ 1024 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടിയ ആൻസർ താഴെ എഴുതുക. അപ്പോൾ 3072നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1024 ആണ്. താഴെ തന്നെ ഇടുക. ഈ 1 1 പോക്കോട്ടെ. 2 എന്താണ് 1024 എന്ന് നോക്കിയാൽ മതി. 2 എന്താണ്? 2 നമുക്കൊരു 2 ഇട്ടിട്ട് റേസ്റ്റ് ഒരു 6 ഇട്ട് നോക്കാം. അപ്പോൾ 64 ആയിട്ടുള്ളൂ. അപ്പോൾ 2 ഇട്ട് നോക്കാം. അപ്പോൾ അതാ 1024 കണ്ടോ. അപ്പോൾ 2 ആണ് 1024. എന്നിൻ്റെ വാല്യൂ എന്താണ്? 10. അപ്പോൾ എത്ര ടേംസ് ഉണ്ട്? ഹൗ മെനി ടേംസ്? 10 ടേംസ് ആണ് ഇവിടെ ഉള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കുറച്ച് സ്റ്റെപ്പുകൾ വന്നിട്ടുണ്ട്. നന്നായി ചെയ്ത് പഠിക്കേണ്ട ചോദ്യമാണ്. അപ്പോൾ ഇവിടെ GP തന്നു, സമ്മ് തന്നു, ഫസ്റ്റ് ടേം എഴുതി, കോമൺ റേഷ്യോ എഴുതി. അതൊക്കെ നമുക്ക് ഇതിന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ കോമൺ റേഷ്യോ നോക്കി ചെറുതാണെങ്കിൽ സമ്മിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. അത് എഴുതി വാല്യൂ നമുക്കറിയാം. അതിൽ നമുക്ക് n കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ A കൊടുക്കുക, 6 കൊടുക്കുക, പിന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതൊക്കെ കുറയ്ക്കുക. ഇത് രണ്ടും കൂടി 6 ആവും. ഈ 6നെ അങ്ങോട്ട് കൊണ്ടുപോവാ, ഈ 1നെ അങ്ങോട്ട് കൊണ്ടുപോവാ, 1നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. പിന്നെ നമുക്ക് അവിടുന്ന് ഇതൊന്ന് ചുരുക്കിയിട്ട് എഴുതിയാൽ എന്നിൻ്റെ വാല്യൂ കിട്ടും. നന്നായി ചെയ്ത് പഠിച്ചോളൂ. നിങ്ങളിത് സിമ്പിളാണെന്ന് വിചാരിച്ച് വിട്ട് കളയരുത്. ഈ പറഞ്ഞ പോലെ ഓരോ സെക്ഷൻസ് ആയിട്ട് നോക്കണം. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള ഏരിയ ഒന്നുമല്ല. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം വരുന്നത് നോക്കിക്കോളൂ. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം വന്നിട്ടുമുണ്ട്. ഇത് 2020 മോഡൽ എക്സാമിന് വന്ന ചോദ്യമാണ് കേട്ടോ. ശ്രദ്ധിച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. നന്നായി നോക്കുക എല്ലാവരും. ഒരുപാട് തവണ വന്നിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. 4, 5, 2 ക്വസ്റ്റ്യൻ ഉണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ് 2, 5, 8 ഈസ് ഈക്വൽ ടു സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് another arithmetic progression 57, 59, 61, then find the value of n. എന്താ പറയണത്? നമുക്കിവിടെ ഒരു സീക്വൻസ് തന്നു. ഇതിൻ്റെ സമ്മും ഈക്വൽ ആണ്. ഇതാണ് ഒരു പറയണത്. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ചെയ്ത ഒരാൾ 2, 5, 8. ഇതിൻ്റെ സമ്മും സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഇതിൻ്റെ സമ്മും അതുപോലെ വേറൊരു സംഭവം 57, 59, 61.
ഇതിൻ്റെ സമ്മും ഈക്വൽ ആണ്. അപ്പോൾ രണ്ട് സമ്മിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. അതല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സമ്മിൻ്റെ ഇക്വേഷൻ എന്താ? നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എഴുതാം n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഇവിടെയും സമ്മിന് അതേ ഇക്വേഷൻ യൂസ് ചെയ്യാം. n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. എന്നിട്ട് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആരാന്ന് പറയുന്നത് നിങ്ങൾക്ക്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് n ആണ്. അപ്പോൾ n നമുക്കറിയില്ല, അത് അവിടെ തന്നെ നിൽക്കട്ടെ. n/2 എന്ന് പറഞ്ഞിട്ട് നിൽക്കട്ടെ. ഇവിടെ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഇവിടെ ആരാ? 2 ഇൻറ്റു 2 പ്ലസ് n നമുക്കറിയില്ല, നമുക്ക് n-1 എന്ന് തന്നെ ഇടാം. d നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? 5 ന്ന് 2 കുറച്ചാൽ 3. ഇത് AP ആണ്. d കാണാൻ 5 - 2 3. അപ്പോൾ ഈ സൈഡായി. ഈ സൈഡ് n/2 തന്നെ കൊടുക്കാം. 2 ഇൻറ്റു എ ഇവിടെ ആരാ? 57 ആണ്. 57 പ്ലസ് n-1 n നമുക്കറിയില്ല, എന്നാണ് കണ്ടുപിടിക്കുന്നത്. d നോക്കാം. 59 നിന്ന് 59 മൈനസ് 57 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2 തന്നെയാണ് d വരുന്നത്. ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തു. നമുക്കിതൊന്ന് ഷോർട്ട് ആക്കാം. സോ n/2 ഇൻറ്റു 2 ഇൻറ്റു 2 4. ഇനി ഇവിടെ n-1 ഇൻറ്റു 3 എന്നുണ്ട്, അത് അങ്ങനെ തന്നെ ഇട്ടോ. ഇവിടെ n/2 ഇൻറ്റു 2 ഇൻറ്റു 57 എന്താണ് ആൻസർ നോക്കാം കേട്ടോ. 2 ഇൻറ്റു 57 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും 114 പ്ലസ് n-1 ഇൻറ്റു 2. ഈ n/2 വെട്ടിപ്പോട്ടെ, നമുക്ക് അവിടെ ആവശ്യമില്ല, ഒരേപോലെ അത് രണ്ടും വെട്ടിപ്പോട്ടെ. ബാക്കി 4 പ്ലസ് ഇനി n ഇൻറ്റു 3 എന്താവും? 3 ഇൻറ്റു n 3n മൈനസ് 1 ഇൻറ്റു 3 എന്താവും? -3. ഇനി ഇവിടെ അതുപോലെ 114 അവിടെ തന്നെ കിടക്കട്ടെ. n ഇൻറ്റു 2 2n മൈനസ് 1 ഇൻറ്റു 2 2. ഇനി 4 മൈനസ് 3 എന്താണ്? 1 ആണ്. 1 പ്ലസ് 3n. 114 നിന്ന് 2 പോയാൽ 112 പ്ലസ് 2n. ഇനി നമുക്ക് എന്നുകൾ ഒരു സൈഡിലേക്ക് ആക്കാം. 3n ഉം 2n ഉം. അപ്പോൾ 3n മൈനസ് 2n 112 മൈനസ് 1 നമ്പേഴ്സ് ഒരു സൈഡിലേക്ക് ആക്കി. 3n നിന്ന് 2n പോയാൽ ബാക്കി 1n. 112 നിന്ന് 1 പോയാൽ 111. ആൻസർ കിട്ടി. എന്നിൻ്റെ വാല്യൂ സിമ്പിളാണ് കേട്ടോ. രണ്ടിൻ്റെ സമ്മ എഴുതുക, ഇക്വേറ്റ് ചെയ്യുക, അതിൽ നിന്ന് അങ്ങോട്ട് n കണ്ടുപിടിക്കുക. നന്നായി ചെയ്ത് പഠിച്ചോളൂ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയല്ല. ഇങ്ങനത്തെ പല ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാം. പല ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആക്ച്വലി നമുക്ക് അറിഞ്ഞിരിക്കണം. പല ടൈപ്പ് ചോദ്യങ്ങൾ നന്നായി ചെയ്ത് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് ജോമെട്രി പ്രോഗ്രഷൻ. സമ്പ് തന്നിട്ടുണ്ട് 3 ടേംസിൻ്റെ, അവരെ പ്രൊഡക്റ്റും തന്നു. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എന്താ? ആ ജോമെട്രി പ്രോഗ്രഷൻ ഏതാ? ആദ്യത്തെ 3 ടേംസിൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒരു GP, ആ GPയുടെ 3 ടേംസിൻ്റെ സമ്മും തന്നു, അവരെ പ്രൊഡക്റ്റും തന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പറ്റിയതിലേ? ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയാണ്. ആദ്യം മനസ്സിലാക്കുക 3 ടേംസ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ, ഇതേ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട് കേട്ടോ. 3 ടേംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഏതോ ഒരു 3 ടേംസ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ടേംസ് ഇങ്ങനെ ആയിരിക്കണം. ആദ്യത്തെ ടേം a/r, പിന്നെ പിന്നെ a ഇൻറ്റു r. ഇതായിരിക്കും ആ 3 ടേംസ്. ഇങ്ങനെ തന്നെ എടുക്കുക. 3 ടേംസ് ഏതാന്നുള്ളത് ഇങ്ങനെ തന്നെ എടുക്കുക. a/r, a, അതുപോലെ ar. ഇനി ഇവരുടെ സമ്മ് തന്നിട്ടുണ്ട്. a/r പ്ലസ് a ഇൻറ്റു r. സമ്മ് തന്നിട്ടുണ്ട് 13a/12. ഇനി ഇവരെ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. a/r ഇൻറ്റു a ഇൻറ്റു ar ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ 6 പോയിട്ട് a ഇൻറ്റു a ക്യൂബ് എന്ന് പറഞ്ഞാൽ -1 ആണ്. ഏത് നമ്പറാണ് -1 എന്ന് വരിക? -1ൻ്റെ ക്യൂബാണ് -1 എന്ന് വരിക. -1ൻ്റെ ക്യൂബ് എടുക്കുമ്പോഴാണ് -1. അപ്പോൾ എയുടെ വാല്യൂ -1 ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഇവിടെ ഇട്ട് കൊടുക്കാം. എയുടെ അവിടെയൊക്കെ നമുക്ക് എന്തിട്ട് കൊടുക്കാം? ഇപ്പോൾ കിട്ടിയ -1. അപ്പോൾ -1/r പ്ലസ് -1. ഇനി -1 ഇൻറ്റു r ഇതാ ഇങ്ങനെ വരും. 13a/12 എന്ന് വരും. എന്താ ചെയ്തത്? a നമുക്ക് കിട്ടി. ആ a ഇവിടെ എല്ലാ പൊസിഷനിലും നമ്മൾ ഇട്ട് കൊടുത്തു, ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി എന്തായിരിക്കും ഇപ്പോൾ ഇവിടെ? -1/r, അതുപോലെ -1 -r 13a/12 നമുക്ക് വന്നു. ഇനി ഒന്ന് അങ്ങോട്ടേക്കും കൊടുക്കാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതേ ഇങ്ങനെ ഇട്ടിട്ട് ഇവരൊന്ന് ആദ്യം ക്രോസ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? -1/r -1. ഇവിടെ ഒരു -r ഉണ്ട്. ഇതാണ് സംഭവം.
ഇതാണ് സംഭവം. ഇതും താഴെ ഒന്നിട്ടിട്ട് ഇവിടെ ക്രോസ് ചെയ്യുക ആദ്യം. -1 × -1 -1 മൈനസ് 1 × r r ബൈ 1 × r r. ഇനി ഇത് വീണ്ടും എഴുതാം. ഇനി ഇവിടെ ക്രോസ് ചെയ്യുക, താഴെ ഒന്നിട്ടിട്ട് ക്രോസ് ചെയ്യുക. 1 × -1 -r എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, ഇത് ഇൻറ്റു ഇത് തന്നെ. ഇനി മൈനസ് r × r r² ബൈ 1 × r r 13/12. ഇനി വേണം നമ്മൾ ഈ 12നെ കൊണ്ടുപോകാൻ. 12 × 1 എന്താവും? -1 × 12 12. ഇനി 12 × 6 12r 12 × r² 12r² എന്ന് വരും. ഒക്കെ ഈ 12 ഒപ്പം വരും. ഈ 6 ഇങ്ങോട്ട് പോയിട്ട് 13r എന്നും ആവും. ഓക്കെ, ഇത് നന്നായി ചെയ്ത് പഠിച്ചോളൂ. കുറച്ച് ടഫുള്ള ചോദ്യം തന്നെയാണ്. അപ്പോൾ -12 -12r -12r² = 13r എന്ന് വന്നു. ഇനി നമുക്ക് എല്ലാ ആൾക്കാരും ഈ സൈഡിലേക്ക് കൊണ്ടുവരാം. ഇതേപോലെ എല്ലാ ആൾക്കാരും ഇതിനിങ്ങോട്ട് കൊടുത്താൽ -13r എന്നാവും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് -12 എഴുതിക്കോ. -12r -13r ചേർത്തിട്ട് -25r എന്ന് വരും. 12ഉം 13ഉം കൂട്ടിയിട്ട് 25r -12r². ഇനി നമ്മൾ ആദ്യം r² എഴുതുക, പോസിറ്റീവ് ആക്കി എഴുതുക. പിന്നെ r എഴുതുക, അതും പോസിറ്റീവ് ആക്കി എഴുതുക. പിന്നെ 12 എഴുതുക, അതും പോസിറ്റീവ് ആക്കിയിട്ട് എഴുതാം. കണ്ടോ, നെഗറ്റീവ് പോസിറ്റീവായി, ഈ നെഗറ്റീവ് പോസിറ്റീവായി, ഇത് പോസിറ്റീവ്. അപ്പോൾ ആദ്യം r², പിന്നെ r, പിന്നെ നമ്പർ ഇങ്ങനെ കൊടുക്കണം. ഇത് നമ്മളിനി സോൾവ് ചെയ്യണം. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് -b ± √b² - 4ac/2a ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാം. അതിൽ എയുടെ അവിടെ 12, ബിയുടെ അവിടെ 25, സിയുടെ അവിടെ 12 ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? -b ± √b² - 4ac/2a കുറച്ച് വലുതാണ്. അപ്പോൾ ഇവിടെ -b എന്ന് പറഞ്ഞാൽ -25 ± ബിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25ൻ്റെ സ്ക്വയർ 625. 4 × a 12 ആണ്, c 12 ആണ്, ബൈ 2 × 12 കണ്ടോ. അപ്പോൾ -25 ± ഈ സൈഡ് നോക്കാം നമുക്ക്. 4 × 12 × 12 എന്താ നോക്കാം. 4 × 12 × 12 576 ആണ്. ഇത് മൊത്തം 576 ആണ്. അപ്പോൾ 625 ഇനി 625 576 കുറയ്ക്കുമ്പോൾ 49 എന്ന് വരും. √49/24. ഇതെന്താവും? -25 ± 7. √49 എന്ന് പറഞ്ഞാൽ 7 അല്ലേ, 7/24. ഇത് നമുക്ക് 2 പീസാക്കാം. ഒന്ന് -25 + 7/24, പിന്നെ -25 - 7/24. ഇതെന്താ നോക്കാം. 25ന് 7 മൈനസ് ചെയ്യാം. 25ന് 7 മൈനസ് ചെയ്യുമ്പോൾ 18/24 വരും. 18/24 എന്ന് പറഞ്ഞാൽ നമുക്കത് വെട്ടി ചെറുതാക്കുമ്പോൾ നെഗറ്റീവ് വരും കേട്ടോ, വലുതിൻ്റെ ചിഹ്നം വരും. അപ്പോൾ -3/4 എന്ന് വരും വെട്ടി ചെറുതാക്കുമ്പോൾ. അതുപോലെ ഇവിടെ 25 7 കൂടി കൂട്ടണം. 25ഉം 7 കൂടി കൂട്ടിയാൽ 32/4 32/24 എന്ന് വരും. നെഗറ്റീവ് വരും. 32/24 എന്ന് പറഞ്ഞാൽ 4/3 ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും ഒന്നെങ്കിൽ 3/4 അല്ലെങ്കിൽ -4/3 എന്നാണ് നമ്മൾ എടുക്കുക. ഇതാണ് ഇവിടുത്തെ കോമൺ റേഷ്യോ. നന്നായി ചെയ്ത് പഠിക്കണം ഈ പ്രോബ്ലം. നോക്കുക, 3 നമ്പേഴ്സ് എടുക്കുക, അവരെ കൂട്ടുക, അവരെ ഇൻറ്റു ചെയ്യുക, അതിൽ നിന്ന് a കിട്ടും, a ഇട്ട് കൊടുക്കുക. പിന്നെ 2 പീസ് വെച്ചിട്ട് ക്രോസ് ചെയ്യുക, അത് എഴുതുക. പിന്നെ മൂന്നാമത്തെ ആളെ വെച്ച് ക്രോസ് ചെയ്യുക. 12ന് ഇങ്ങോട്ട് കൊണ്ടുപോവുക, 13ന് ഇങ്ങോട്ട് കൊണ്ടുപോവുക. എല്ലാ ആൾക്കാരും ഒരു സൈഡിലേക്ക് ആക്കുക. 6കൾ ഒരുമിച്ച് കൂട്ടിയിട്ട് വയ്ക്കാം. പിന്നെ ആദ്യം r² എഴുതുക, 6 എഴുതുക, നമ്പർ എഴുതുക. ഇത് സോൾവ് ചെയ്താൽ rൻ്റെ വാല്യൂ. ഇത് സോൾവ് ചെയ്യാനാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. -b ± √b² - 2a. അത് ചെയ്യുമ്പോൾ നമുക്ക് 2 വാല്യൂസാണ് വരിക. ഒന്ന് -3/4, മറ്റേത് -4/3. അപ്പോൾ a കിട്ടി, ഫസ്റ്റ് ടേം -1 ആണ്. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എഴുതാം, AP എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഈ പാഠത്തിലുള്ളത്. കുറച്ച് കൺസെപ്റ്റ് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്കിതിലെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ നന്നായി ചെയ്ത് പഠിക്കുക. കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പോൾ ഇതാദ്യം നന്നായി സെറ്റ് ആവുക, എന്നിട്ട് മോർ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിച്ചാലാണ് ഈ പാഠം ഓക്കെ ആയെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ചാപ്റ്ററായിട്ട് കാണാം. താങ്ക് യു.